ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ, തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ, എൻ്റെ സാരഥി എന്ന് പറയാം രമേഷ് കുമാർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഗുരുതുല്യരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപനത്തിൻ്റെ ആചാര്യ ശ്രേഷ്ഠന്മാരായ ശ്രീധരൻ മാസ്റ്റർ അടക്കമുള്ള, സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള മറ്റെല്ലാ പ്രവർത്തകർക്ക്, ഭാരവാഹികൾക്ക്, പ്രിയ സദസ്സിനും സഭയ്ക്കും സഹോദരി സഹോദരങ്ങൾക്കും, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആദ്യം തന്നെ നമോ ഭവൻ, കേരളത്തിൻ്റെ പുതിയ ചരിത്രം രചിക്കാനായി വേദി ഒരുക്കി തന്ന ഈ നമോ ഭവൻ രാഷ്ട്രീയ പ്രവർത്തക സമൂഹത്തിന് മുന്നിൽ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ സ്ഥാപനം ഭാരതത്തിൽ കൊണ്ടുവന്ന് ഇമ്പമാർന്ന പ്രവർത്തന ശൈലി എന്ന നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തെ ഭാരതത്തിൽ നാട്ടിയ മൺമറഞ്ഞു പോയ എല്ലാ ആത്മാക്കളുടെയും ബലിദാനികളുടെയും അവരുടെ എല്ലാം വിചാരം മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് ബഹുജന സമക്ഷം തുറന്നു വെച്ചതായി ആദ്യം തന്നെ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇത് ഒരു ജില്ലാ ആസ്ഥാന മന്ദിരമായിട്ട് മാത്രം എനിക്ക് ഒതുക്കി നിർത്താൻ കഴിയുന്നതാണ്. ആദ്യത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമുക്ക് പട്ടണത്തിൽ തന്നെ ഉണ്ടായിരുന്ന അത്ര ചെറുതല്ലാത്ത വലിയൊരു സൗകര്യമുള്ള പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് ഞാൻ ആദ്യം ചെന്നുണ്ടായിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും അവിടെ നിന്നുണ്ട്. അധികം അവിടെ പോയിട്ടില്ലെങ്കിൽ 1-2 തവണയെ പോയിട്ടുണ്ട്. എങ്കിലും 2024 ആയപ്പോഴേക്കും ഏതാണ്ട് തറയുടെ പണിയെല്ലാം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ ഗ്രഹത്തിൽ അനേകം തവണ വരികയും മാർച്ച് മാസം 15-ാം തീയതി പ്രചരണത്തിനിടയ്ക്ക് ഒരു ദിവസം കാലത്ത് വന്ന് ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് ബാക്കി പാലുകാച്ചിനുള്ള ചടങ്ങൊക്കെ അതിൻ്റെ ചിട്ടപ്രകാരം നടത്താൻ വേണ്ടി അവശേഷിപ്പിച്ചുകൊണ്ട് നേരെ ഇവിടെ പോയത് പ്രചരണത്തിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഇരിഞ്ഞാലക്കുടയാണ്. പ്രചരണം. അപ്പോൾ ഇതൊരു ഐശ്വര്യപൂർണമായ ഇടം അന്വേഷണം സംഘത്തിനും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതിന് ഇതിനപ്പുറം വലിയ തെളിവൊന്നും. നമ്മുടെ സ്വപ്നം, കേരളത്തിൻ്റെ സ്വപ്നം, കേരളത്തിൻ്റെ ആഗ്രഹം, കേരളത്തിൻ്റെ മോഹം, അതൊക്കെ നമ്മുടെ സ്വാർത്ഥതയുടെ പുറത്ത് നമ്മൾ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു അവകാശമാണ്. പക്ഷെ 2-ൽ നിന്ന് തുടങ്ങി 8-ലും 80-ലും എത്തി, 282-ലും വന്ന് 303-ലും 333-ലും എത്തി ഒരുപക്ഷെ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും നരേന്ദ്രമോദിജിയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേരളത്തിൽ ഇങ്ങനൊരു തുടക്കം കുറിക്കുക എന്നുള്ളത്. ആ തുടക്കം കുറിക്കുന്നതിനുള്ള ഐശ്വര്യം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ മണ്ണും ആ മണ്ണിൽ നമ്മൾ ചേർത്ത് വച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തന ക്ഷേത്രവും. ഞാൻ
ഇത് നല്ല കലശലായ ജലദോഷവും ചുമയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘദൂരം സംസാരിക്കുന്നില്ല. ആവേശം പിടിപ്പിക്കാനുള്ള എനർജിയുണ്ട്, പക്ഷെ അതങ്ങോട്ട് പുറത്ത് വരുന്നില്ല. മാത്രവുമല്ല, ഒരു വല്ലാത്ത കലാശക്കൂട്ടിനുള്ള ഒരു തിരിയാണ് സുരേന്ദ്രനിവിടെ തെളിയിച്ചങ്ങോട്ട് വിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിൽ കടിച്ചു തൂങ്ങി ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം കലക്കികളായിരിക്കും ഇവിടെ പൊട്ടുന്നത്. അതുകൊണ്ടൊന്നും പറയുന്നില്ല. ബഹുമാനീയനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സമാന മതവിചാര ചിന്താഗതിയുള്ള പടയാളികൾക്കും നല്ല വയറ് നിറച്ച് സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു പൂർണ്ണമായി. അതിനോട് യോജിക്കുന്ന ഒരു സമൂഹം കേരളത്തിലും അവർക്ക് ഭാരതത്തിലെ അതുപോലെയുള്ള സമാനമായ ചിന്താഗതിയുള്ള വിശ്വാസികൾക്കുമെല്ലാം കേരളത്തിലെ ആ ചിന്താഗതിക്കാർ സനാതന ധർമ്മത്തിന് വമ്പിച്ച പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തോളും. 26-നെ കുറിച്ച് ആർക്കും ആശങ്കയൊന്നും വേണ്ട. ഇവിടെ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, ഇത് തൃശ്ശൂരിങ്ങെടുക്കുക എന്ന് പറഞ്ഞതിന് ഒരു വലിയ അനുഗ്രഹമായി ഈ ക്ഷേത്രം നമ്മളെ സഹായിച്ചെങ്കിൽ, അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനും എടുത്ത് വാരി കൂട്ടുന്നതിനുള്ള അനുഗ്രഹം കൂടി ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടാകും. ഞാനങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിനും ഒരു ദൈവീകത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിനപ്പുറം വലിയ നിശ്ചയങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെയാണ്, അല്ല, മാരേജസ് ആർ ഡിസൈഡഡ് ഇൻ ഹെവൻ ആൻഡ് സോ ഇസ് സക്സസ്. വിജയങ്ങളെല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നു. ആ വിജയങ്ങളെല്ലാം സംഭവിക്കും. കാലതാമസം ഉണ്ടാവും. 1-ലും തോറ്റ്, 2-ലും തോറ്റ്, 3-ൽ തോൽപ്പിക്കാൻ വന്ന ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിന് കുറിക്കാനായെങ്കിൽ അതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതോടനെ തന്നെ പൂരം ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ കിരീടം ഉണ്ടാക്കിയിട്ടാണ്, ഗോപിയാശാനെ ഉണ്ടാക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അവർക്ക് ആകപ്പാടെ പകർച്ചയായിപ്പോയി. ജനങ്ങൾ ഇത് വിജയമായി കണ്ടു. ഇത് വിജയമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ്. പട്ടിണി പാവങ്ങളുടെ ചോരപ്പണം തുരന്നെടുത്തുകൊണ്ട് പോയവന്മാരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിലെ ജനങ്ങൾ വഴി കേരളത്തിലെ ജനത ശിക്ഷിക്കുന്നത്. അതിനെയും തുടരും. നിങ്ങൾ ഈ പൂരവും കിരീടവും ഗോപിയാശാനും ഒന്നും സംസാരിക്കാതെ കരിവന്നൂര് മാത്രം സംസാരിക്കൂ. കരിവന്നൂരിന് മാത്രം നിങ്ങൾ ആ പാവങ്ങൾക്ക് ഉത്തരം നൽകാൻ, സാന്ത്വനമേകാൻ നിങ്ങൾ ശ്രമിക്കൂ എന്ന് ഞാൻ പറയുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സാന്ത്വനം അവർക്ക് ഏകാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ കൊണ്ടത് ചെയ്യാൻ സാധിക്കരുത്. കൂടുതലൊന്നും പറയുന്നില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും തൃശ്ശൂർ ജില്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ സമ്മതിദായകർക്കും വിവിധ മണ്ഡലങ്ങളിൽ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും ഒരു ആവേശമാണ്, ഒരു സന്ദേശമായിട്ട് അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നല്ല ശുദ്ധമായ ആത്മാർത്ഥമായ പണിയെടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ശീതീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചൂടുകാലത്ത് കയറി നമുക്ക് ഇരുന്ന് സുഖിക്കാനുള്ളതല്ല എന്ന് പറയുന്ന വലിയ സന്ദേശം കൂടിയുണ്ട്. നല്ലതുപോലെ തൃശ്ശൂരിന് വേണ്ടി എങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊരുതിയോ അതിൻ്റെ ഒരു 10 ഇരട്ടി എഫേർട്ട് നമ്മൾ പുഷ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാക്കുന്ന എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും പോസിറ്റീവ് റിസൾട്ട്സ് മാത്രം നമുക്ക് കൊയ്തെടുക്കുവാനുമുള്ള മനസ്ഥിതി, ക്ലാരിറ്റി ഓഫ് മൈൻഡ്, അത് ഈ ഗൃഹത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അനീഷും സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവേശമായി ഒരു കയ്യടിയിൽ അവസാനിപ്പിച്ച് തീർത്ത് കളയരുത്. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇട്ടുകൊണ്ട് പോകണോ ഇടാതെ പോകണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ കാര്യങ്ങളിൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. നമ്മുടെ കാര്യത്തിൽ
തീരുമാനിക്കേണ്ടതില്ല, അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് മാത്രം അറിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥന മാത്രം മനസ്സിൽ കരുതി വെച്ചുകൊണ്ട് നല്ല വന്ദേമാതരം വളരെ മനോഹരമായിട്ടാണ്. സദാനന്ദ മാഷയുടെ മകളാണ്. വളരെ മനോഹരമായിട്ടാണ്, നല്ല ഐശ്വര്യപൂർണമായ തുടക്കമായിരുന്നു. അതങ്ങനെ തുടരട്ടെ, അലയടിച്ച് തുടരാം. നന്ദി, നമസ്കാരം.